ഹായ്, ഏറെ രസകരമായ ഒരു ചൈനീസ് ആക്ഷൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഷിയാവോ എന്നു പേരുള്ള ഒരു ടൂർ ഗൈഡിൽ നിന്നുമാണ്. ചൈനയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ആയോധനകലാ തെരുവായ ഫോഷാൻ സ്ട്രീറ്റിലൂടെ അവൾ ചില വിനോദസഞ്ചാരികളെ ചുറ്റിക്കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ കാലം കടന്നുപോയതോടെ അവിടെയുള്ള ആർക്കും തന്നെ ആയോധന കലകളെക്കുറിച്ച് കാര്യമായിട്ട് അറിവില്ല. പെട്ടെന്ന് ഒരു മോഷ്ടാവ് അങ്ങോട്ടേക്ക് ഓടി വരികയും ഒരു സ്ത്രീയുടെ ബാഗ് തട്ടിയെടുക്കുകയും ചെയ്തു. അത് കണ്ടുനിന്ന ലീ എന്ന പയ്യൻ അത് തിരികെ വാങ്ങാൻ തന്നാലാവുന്ന വേഗത്തിൽ അവന്റെ പിന്നാലെ ഓടി. മോഷ്ടാവ് ഒരു സൈക്കിളിൽ കയറി പൂർണ്ണ വേഗതയിൽ ചവിട്ടിപ്പോവാൻ തുടങ്ങി. എങ്കിലും ലീ വിട്ടുകൊടുത്തില്ല, അവനെ പിന്തുടർന്നു. ഇതേ സമയം വിനോദസഞ്ചാരികൾ ആന്റി ഷിയാവോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ കടയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പാൻകേക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ അവൾ അതിശയിപ്പിക്കുന്ന കുംഫു അഭ്യാസങ്ങൾ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അങ്കിൾ സണ്ണും ഇറച്ചി വെട്ടുന്നതിനിടയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തന്റെ കുംഫു കഴിവുകൾ പുറത്തെടുക്കുന്നുണ്ട്. ഈ സമയമത്രയും ലിയ മോഷ്ടാവിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ലു അങ്കിളിന്റെ ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് മുന്നിലൂടെ അവൻ കടന്നുപോയി. അവിടെ ലു അങ്കിളും ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കുംഫു നീക്കങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് താനൊരു കുംഫു വിദഗ്ധനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ടൂർ ഗൈഡായ ഷിയാവോയെ അത്ഭുതപ്പെടുത്തി. വിനോദസഞ്ചാരികളോട് തന്നെ ആക്രമിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. തന്ത്രപരമായി അയാൾ അവരെ തടയുകയും ചെയ്തു. എന്നാൽ അവനും കൂടെയുള്ള യുവാവും തട്ടിപ്പുകാരാണെന്നും വിനോദസഞ്ചാരികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നതെന്നും വൈകാതെ വ്യക്തമായി. പെട്ടെന്ന് മോഷ്ടാവ് സൈക്കിളിൽ പോകുന്നത് കണ്ട് അവർ അവനെ വീഴ്ത്താനായി ഒരു പന്തെറിഞ്ഞു. ഒടുവിൽ ലീയുടെ കയ്യിൽ ബാഗ് തിരികെ ലഭിക്കുകയും അവൻ മോഷ്ടാവിനെ തെരുവിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു. അവൻ ബാഗ് ഉടമസ്ഥന് തിരികെ നൽകി. കുംഫു മാസ്റ്ററേയും അനുയായിയും അവിടെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. അതുവരേക്കും അവരെ അവിടെങ്ങും അവൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ലീ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളുടെ മുമ്പ് ഈ തെരുവിൽ കണ്ടിട്ടില്ലല്ലോ. ഫോഷാൻ സ്ട്രീറ്റിന് വീണ്ടും ജീവൻ നൽകാനെത്തിയ കുംഫു മാസ്റ്റർമാരാണ് തങ്ങൾ എന്നവർ അവനോട് വിശദീകരിച്ചു. എന്നാൽ ഇപ്പോൾ ഇവിടെ ആർക്കും കുംഫു അറിയില്ലെന്ന് മനസ്സിലാക്കിയ ലീ അവർ നുണ പറയുകയാണ് എന്നാരോപിച്ച് മാസ്റ്ററുടെ മുന്നിൽ പോരാട്ടത്തിന് തയ്യാറായി നിന്നു. പോരാട്ടത്തിന് അവരെ വെല്ലുവിളിച്ചു. അതുകണ്ട് ആ വ്യാജ മാസ്റ്റർക്ക് ദേഷ്യം വരികയും തന്റെ ആളുകളോട് ലീയെ തല്ലാൻ ആവശ്യപ്പെടുകയും അയാൾ ചെയ്തു. ലീക്ക് യഥാർത്ഥത്തിൽ കുംഫുവുമായി ഒരു ബന്ധവുമില്ലെന്ന് അപ്പോൾ വ്യക്തമാവുകയായിരുന്നു. അവന് നല്ല രീതിയിൽ കുംഫു ഒന്നും അറിയില്ല. മറ്റൊരു യുവാവ് ഇടപെട്ടാണ് അവനെ ആ തല്ലുകൊള്ളുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ യുവാവിന്റെ പേര് വോങ് എന്നായിരുന്നു. വോങ് ലീയോടൊപ്പം കുറച്ച് മാറിയിരുന്ന് കുറച്ചുനേരം സംസാരിക്കാൻ തുടങ്ങി. തന്നെ വോങ് പരിചയപ്പെടുത്തി. താൻ പണ്ട് ഫോഷാൻ സ്ട്രീറ്റിലാണ് താമസിച്ചിരുന്നതെന്നും പിന്നീട് യൂറോപ്പിലേക്ക് പോയതാണെന്നും അവൻ പറഞ്ഞു. കൂട്ടത്തിൽ വോങ് ഒരു ശക്തനായ കിക്ക് ബോക്സിംഗ് പരിശീലകനാണ് എന്ന കാര്യം വ്യക്തമായി. അപ്പോൾ നിനക്കേത് ആയോധനകളെ അറിയാവുന്നത് എന്നവൻ ലീയോട് ചോദിച്ചു. ലീ പറഞ്ഞു, ഇവിടൊന്നും യഥാർത്ഥ ആയോധനകലയുടെ ഒന്നും ഇപ്പോ ബാക്കിയില്ല. ഫോഷാൻ സ്ട്രീറ്റിലെ ആർക്കും കുംഫു പാരമ്പര്യമായി ലഭിച്ചില്ല. ആ കഥയൊക്കെ കഴിഞ്ഞു. എങ്കിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും തെരുവിന് പുനർജീവൻ നൽകാനും തന്നാലാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ലീ വ്യക്തമാക്കി. എന്തായാലും രാത്രിയിൽ ലീ ഷിയാവോയുടെ മുത്തശ്ശനായ ചെന്നിന്റെ അടുക്കൽ പോയി. ലീ ഒരു അനാഥനാണെന്നും ഈ തെരുവിലെ ആളുകളാണ് അവനെ വളർത്തിയതെന്നും അവിടെ വെച്ച് വ്യക്തമാകുന്നു. ചെറുപ്പം മുതലേ അവൻ ഷിയാവോയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു നിലയിലെത്താൻ അവൻ കാത്തിരിക്കുകയാണ്. അന്ന് വ്യാജ മാസ്റ്റർമാരെ തല്ലിച്ചതച്ച് വോങ്ങിനെ കുറിച്ച് അവൻ ചെന്നിനോട് പറഞ്ഞു. വോങ് വളരെ ശക്തനാണെന്നും കിക്ക് ബോക്സിംഗ് നീക്കങ്ങളിലൂടെ അവരെ തോൽപ്പിച്ചുവെന്നും അവന്റെ ആ നീക്കത്തിലുള്ള ഭയം കാരണം വ്യാജ മാസ്റ്റർ തന്റെ ആളുകളുമായി ഉടൻ ഓടിപ്പോയെന്നും അവൻ വിശദീകരിച്ചു. പണ്ട് ഞാൻ കുറെ കുംഫു പഠിക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് എന്തുണ്ടായി? അതൊക്കെ വെറുതെയാണ് എന്ന മട്ടിൽ ലീ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടതും തെറ്റ് കുംഫുവിന്റേതല്ലെന്ന് ചെൻ പറഞ്ഞു. നീ നന്നായി പരിശീലിക്കാത്തതിനാൽ ആ തെറ്റ് നിന്റെ മാത്രമാണ് എന്നായിരുന്നു ചെൻ വ്യക്തമാക്കിയത്. കുംഫു ആ നഗരത്തിൽ നിന്നേ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ചെൻ വെളിപ്പെടുത്തി. കുംഫു എന്നത് ആളുകളെ ഉപദ്രവിക്കാൻ കഴിയുന്ന അപകടകരമായ ഒരു പോരാട്ടകലയാണ്. ചെന്നും പഴയ തലമുറയിലുള്ളവരും ശാരീരിക ക്ഷമത നിലനിർത്താൻ വേണ്ടി മാത്രം കുംഫു പരിശീലിച്ചിരുന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ തലമുറ മറ്റു വഴികളാണ് അതിന് നോക്കുന്നത്. ആർക്കും കുംഫുവിൽ താല്പര്യമില്ല. പക്ഷേ ലീക്ക് കിക്ക് ബോക്സിംഗിൽ വലിയ താല്പര്യം തോന്നി. അവനത് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. വീട്ടിലേക്ക് പോകുമ്പോ വോങ്ങിനെ പോലെ ചില നീക്കങ്ങൾ ചെയ്യാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവനത് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി പരിശീലിപ്പിക്കുമ്പോഴും അവന്റെ നീക്കങ്ങൾ തെറ്റി. അവന്റെ മുത്തശ്ശന്റെ ചിത്രം പോലും അവിടെ താഴെ വീണു. അവൻ കുറച്ചുനേരം അതിനോട് സംസാരിച്ചു. കുംഫു പഠിക്കുന്നതിൽ നിന്ന് മുത്തശ്ശനെ വിലക്കിയിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ തോറ്റുകൊടുക്കില്ല. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കും. എന്റെ കഴിവ്
കഴിവുകൾ വികസിപ്പിക്കും. അടുത്ത ദിവസം ലീ തെരുവിൽ പരിശീലിക്കാൻ പുറത്തിറങ്ങി. പരിശീലനം ചെയ്തവൻ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ അവനെ വിചിത്രമായി നോക്കുന്നുണ്ട്. എന്നാൽ അവനത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. നടന്നു പോകുമ്പോൾ അവൻ തന്റെ മുന്നിൽ വോങ്ങിനെ കണ്ടു. വോങ്ങിനടുക്കൽ ചെന്ന് സംസാരിച്ച ലീ താനിപ്പോ കിക്ക് ബോക്സിംഗ് പരിശീലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ ഭിത്തികളിൽ പരസ്യം പതിക്കാൻ വോങ് കുറച്ച് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. എന്താ കാര്യമെന്ന് അവൻ തിരക്കി. താൻ ജോലി ചെയ്യുന്ന കമ്പനി കുംഫു സിറ്റി എന്ന പേരിൽ ഇവിടെ ഒരു പ്രത്യേക പരിപാടി നടത്താൻ പോകുന്നുണ്ട് എന്ന് വോങ് അവന് വിശദീകരിച്ചു. ലീ അത് കേട്ടതും ആവേശഭരിതനായി. തന്നെയും ഈ പരിപാടിയിൽ പങ്കാളിയാക്കാമോ എന്ന് ചോദിച്ചു. സമയം വരുമ്പോ ഒഴിവുണ്ടെങ്കിൽ സ്റ്റാഫ് ആരെങ്കിലും വഴി അറിയിക്കാം എന്നായിരുന്നു വോങ് അവനോട് പറഞ്ഞത്. കൂടാതെ കമ്പനി പ്രസിഡന്റ് നോറിസിനെ പരിചയപ്പെടുത്തുന്നതിനായി അവനെ കമ്പനിയുടെ ഫൈറ്റിംഗ് ക്ലബിലേക്ക് വരാനും വോങ് ക്ഷണിച്ചു. നോറിസ് ആകട്ടെ ഒരു ചൈനക്കാരനല്ല, ഒരു വിദേശിയായിരുന്നു. മുമ്പ് അവൻ ലോക കിക്ക് ബോക്സിംഗ് ചാമ്പ്യനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആള് റിയൽ എസ്റ്റേറ്റിലും ചില ചൈനീസ് കലകളിലും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകാലം മുമ്പ് വാങ്ങിയ ചൈനീസ് പ്രാചീന ആയുധങ്ങൾ പ്രചരിപ്പിക്കാനാണ് അവൻ അവന്റെ ഈ കുംഫു പരിപാടിയൊക്കെ ഉപയോഗിക്കുന്നത്. കുംഫു സംസ്കാരം പ്രചരിപ്പിക്കാനും പുതിയ തലമുറയിലുള്ളവർക്ക് ആ സംസ്കാരത്തിന്റെ സ്വാധീനം കൈമാറാനും അവൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ കേട്ടതും ലീക്ക് വലിയ താല്പര്യം തോന്നി. അവൻ വലിയ ആവേശത്തിലാവുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം നോറിസിന്റെ കമ്പനിയിലേക്ക് അവൻ പോയി. തങ്ങളുടെ ആയോധന കലകൾ പ്രദർശിപ്പിക്കാൻ വലിയൊരു കൂട്ടം ആളുകൾ അവിടെ എത്തുന്നത് അവൻ കണ്ടു. ഇത്തരമൊരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ ഷിയാവോയും അവിടെ ഉണ്ട്. കുംഫു അപ്രത്യക്ഷമായെന്നും ആരും അത് പരിശീലിക്കുന്നില്ലെന്നും കരുതിയിരുന്ന അവർ ഇത്രയും ആളുകൾ കുംഫു ഉപയോഗിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. അവിടെ എത്തിയ ഒരാൾ വളരെ പഴക്കമുള്ളതും ഏതാണ്ട് വംശനാശം സംഭവിച്ചതുപോലെയുള്ള കുംഫുവിന്റെ ഒരു ശാഖയായ തായ്ചി പോലും ഉപയോഗിക്കുന്നുണ്ട്. ആ നിമിഷം മിസ്റ്റർ നോറിസ് തന്നെ വോങ്ങിനോടൊപ്പം എത്തിച്ചേർന്നു. നോറിസ് വോങ്ങിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, തായ്ചിയിൽ എന്നോട് പോരടിക്കാൻ അയാളോട് പറ. വൈകാതെ ഒരു ഏറ്റുമുട്ടലിന് ഇരുവരും തയ്യാറായി. നോറിസ് ശക്തമായൊരു കിക്ക് നൽകി. അത് തടയാൻ ആ കുംഫു പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യന് സാധിച്ചില്ല. നോറിസിന് അത് വിചിത്രമായി തോന്നി. തായ്ചി കാണാൻ ആഗ്രഹിക്കുന്നതിനാൽ അത് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ നോറിസ് ആവശ്യപ്പെട്ടു. അതോടെ ആ മനുഷ്യന് ധൈര്യം വരികയും വീണ്ടും തന്റെ ട്രിക്ക് ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ നോറിസ് നൽകുന്ന ശക്തമായൊരു അടിയിൽ അവൻ നിലത്തു വീണു. അതോടെ അയാൾ വെറുതെ ഷോ കാണിക്കുകയാണെന്നും തായ്ചിയെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലെന്നും നോറിസ് മനസ്സിലാക്കി. തുടർന്ന് വോങ് അവിടെ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ചൈനീസ് കുംഫു സംസ്കാരം പ്രചരിപ്പിക്കാനാണ് ഈ പരിപാടി നടത്തുന്നതെന്നും അതിനാൽ ഇവിടെ വ്യാജന്മാരുടെ ആവശ്യമില്ലെന്നും വോങ് വിളിച്ചു പറഞ്ഞു. പിന്നീട് നോറിസ് വേദിയിലെത്തി. തനിക്ക് ചൈനീസ് ഭാഷ സംസാരിക്കാൻ കഴിയില്ലെന്നത് സത്യമാണെങ്കിലും തന്റെ ആരാധനാപാത്രം ബ്രൂസ് ലീ ആണെന്ന് എല്ലാവരോടുമായി പറഞ്ഞു. ചൈനീസ് കുംഫുവിനെ അത്രയധികം സ്നേഹിക്കുന്നതിനാൽ അത് നശിച്ചു പോകുന്നതിലും ഇല്ലാതാകുന്നതിലും തനിക്ക് വിഷമമുണ്ടെന്നും തന്റെ പരിപാടി കുംഫുവിന് വീണ്ടും ജീവനും മഹത്വവും നൽകുമെന്നും അവൻ വിശദീകരിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചൈനീസ് ഭാഷയിൽ സ്ഥിരീകരിച്ചുകൊണ്ട് വോങ്ങും സംസാരിക്കുന്നുണ്ടായിരുന്നു. ലോകമെമ്പാടും കുംഫു ഉയർത്തിക്കാട്ടാൻ താല്പര്യം കാണിച്ചതിന് വോങ് നോറിസിന് നന്ദി പറഞ്ഞു. നോറിസിന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഫോഷാൻ സ്ട്രീറ്റിൽ നിന്നുള്ള ഒരു നിധി അവന് നൽകിയിരുന്നുവെന്ന് വോങ് എല്ലാരോടും വെളിപ്പെടുത്തി. പഴയ ശൈലിയിലുള്ള 2 കോടാലികൾ പിന്നാലെ വെളിപ്പെടുത്തപ്പെട്ടു. പണ്ട് കുംഫു അഭ്യസിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന പാരമ്പര്യ ആയുധങ്ങളുടെ ശ്രേണിയിൽ വരുന്നതായിരുന്നു അത്. ഇത്തരം ആയുധങ്ങളൊന്നും ബാക്കിയില്ല എന്ന് കരുതിയ ലീയും ഷിയാവോയും അത് കണ്ട് വളരെ അത്ഭുതപ്പെട്ടു. എന്നാൽ ഫോഷാൻ സ്ട്രീറ്റിൽ ഇനിയും ഒരുപാട് പാരമ്പര്യ ആയുധങ്ങളുണ്ടെന്നും എന്നാൽ പഴയ കുംഫു സ്കൂളുകളുടെ പിൻഗാമികൾ അതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും വോങ് എല്ലാവരോടുമായി പറഞ്ഞു. ഇത്തരം ആയുധങ്ങൾ മറ്റാരും കാണരുത് എന്നവർ വാശി പിടിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാം ഒളിപ്പിക്കുന്നത് കൊണ്ടാണ് കുംഫു ഇല്ലാതാകുന്നതും എന്നും വോങ് പറയുന്നുണ്ടായിരുന്നു. ആ 2 കോടാലികളും എല്ലാവർക്കും കാണാൻ ഒരു മാസത്തേക്ക് ഇവിടെ പ്രദർശിപ്പിക്കും എന്നും വോങ് കൂട്ടിച്ചേർത്തു. അവരുടെ ആ സംസാരത്തിൽ ലീയും ഷിയാവോയും അവിടെയുള്ള മറ്റെല്ലാവരും തന്നെ ആകൃഷ്ടരായി. പിന്നീട് ലീ നോറിസിനെ തടഞ്ഞു നിർത്തി കൈകൊടുത്ത് അഭിവാദ്യം ചെയ്തു. എന്നാൽ നോറിസിന് ചൈനീസ് ഭാഷ മനസ്സിലാകുന്നില്ലെന്ന് വൈകാതെ ലീ തിരിച്ചറിഞ്ഞു. അതോടെ അവൻ ഫോൺ പുറത്തെടുത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തർജ്ജിമ ചെയ്തു പറഞ്ഞു. അവൻ സ്വയം പരിചയപ്പെടുത്തുകയും താൻ ഈ ഫോഷാൻ സ്ട്രീറ്റിൽ നിന്നുള്ളയാളാണെന്നും ഇവിടുത്തെ ഓരോ ഇഞ്ചും തനിക്കറിയാമെന്നും ചൈനീസ് കലകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ തനിക്കും അതേ അഭിനിവേശമുണ്ടെന്നും വ്യക്തമാക്കി. നോറിസ് വോങ്ങിനോട് സംസാരിക്കുകയും ലീയെയും ഷിയാവോയെയും അത്താഴത്തിന് ക്ഷണിക്കാൻ പറയുകയും ചെയ്തു.
അങ്ങനെ അവർക്ക് കുറച്ചു നേരം ഒന്നിച്ചു സംസാരിക്കാൻ അവസരം വന്നു. രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നോറിസല്ല ഡിന്നറിൽ തങ്ങളോടൊപ്പം കൂടെ കൂടാനും സംസാരിക്കാൻ വരുന്നത് വോങ് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അതോടെ അത്ര നേരം തന്നെ ശ്വാസം മുട്ടിച്ചിരുന്ന ആ ഷർട്ടൊക്കെ ഊരിമാറ്റി അവൻ സ്വസ്ഥമായിട്ടിരുന്നു. ഭക്ഷണത്തിനിടയിൽ ഫോഷാൻ സ്ട്രീറ്റിലെ യഥാർത്ഥ ആയോധനകലാ രാജാക്കന്മാർ ആരാണെന്ന് മിസ്റ്റർ നോറിസിന് അറിയണം എന്ന് വോങ് അവനോട് പറഞ്ഞു. പ്രത്യേകിച്ച് അവിടെയുള്ള എല്ലാ ആയോധനകലാ മാസ്റ്റർമാരുടെ കൈവശവും പാരമ്പര്യ ചൈനീസ് ആയുധങ്ങൾ ഉള്ളതിനാൽ അവരെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വോങ് വ്യക്തമാക്കി. തങ്ങൾ ചെറുപ്പത്തിൽ ഇതിനെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇവയൊക്കെ വെറും ഐതിഹ്യങ്ങൾ മാത്രമാണെന്നും ആരുടെയും കൈവശം അങ്ങനെ പാരമ്പര്യ ആയുധങ്ങൾ ഇല്ലെന്നുമാണ് മുത്തശ്ശൻ പറഞ്ഞതെന്നും ലീ വോങ്ങിനോട് വ്യക്തമാക്കി. വോങ് അത് കേട്ട് അത്ഭുതപ്പെട്ടു. പിന്നാലെ വോങ് പറഞ്ഞു, എന്തായാലും ഈ ഫോഷാൻ സ്ട്രീറ്റിൽ നിരവധി മാസ്റ്റർമാരുണ്ടാകും. ഇവിടെ ഒരുപാട് വ്യാജ മാസ്റ്റർമാർ ഉള്ളതിനാൽ യഥാർത്ഥ മാസ്റ്റർമാരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു വഴി അവർ സൂക്ഷിച്ചിരിക്കുന്ന പാരമ്പര്യ ആയുധങ്ങൾ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള മാസ്റ്റർമാരെ കണ്ടെത്തിയാൽ കമ്പനി അവരുടെ കടകൾ ഏറ്റെടുത്ത് വികസിപ്പിക്കും. അവയെ ഒരു കുംഫു അന്തരീക്ഷത്തിലാക്കും. കുംഫു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അത്. ഷിയാവോയും അത് ശരിവെച്ചു. എന്നാൽ അവരുടെ കൈവശം പാരമ്പര്യ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ അതൊരിക്കലും കൈമാറാൻ സാധ്യതയില്ല എന്ന് ഷിയാവോ വോങ്ങിനോട് പറയുകയും ചെയ്തു. പഴയ നിയമങ്ങളൊക്കെ തങ്ങൾക്കറിയാമെന്നും അവരുടെ ആയുധങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും വോങ് അവളോട് വ്യക്തമാക്കി. ആരുടെ കൈവശമാണ് അവയുള്ളതെന്നറിയാൻ മാത്രമാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. ലീ അതിന് കമ്പനിയെ സഹായിക്കണമെന്നും കമ്പനി ലീക്ക് ഒരു ജോലി നൽകുമെന്നും കൂട്ടത്തിൽ കിക്ക് ബോക്സിംഗ് പഠിക്കാൻ ഫൈറ്റ് ക്ലബിൽ മെമ്പറാവാനും പറ്റും എന്നും വോങ് കൂട്ടിച്ചേർത്തു. ലീ അത് കേട്ടതും ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഷിയാവോക്ക് എന്തെങ്കിലും ഓഫീസ് ജോലി കൊടുക്കാൻ അവൻ വോങ്ങിനോട് ആവശ്യപ്പെട്ടു. നാളെ മുതൽ അവളെയും ജോലിക്കെടുക്കാം എന്നായിരുന്നു വോങ്ങിന്റെ മറുപടി. ഏതായാലും അന്നത്തെ സന്തോഷം നിറഞ്ഞ രാത്രിക്ക് ശേഷം ലീയും ഷിയാവോയും നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം വോങ് എത്തുന്നതിന് മുമ്പ് ലീയും ഷിയാവോയും ഫൈറ്റിംഗ് ക്ലബിലേക്ക് പോയി. ഷിയാവോ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം നന്നായി പോവുകയായിരുന്നു. ലീയുടെ കാര്യമാണെങ്കിൽ അവൻ ആളുകളോടൊപ്പം പരിശീലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാഴ്ചയിൽ അത് വളരെ തമാശയായിട്ടായിരുന്നു തോന്നിയത്. പിന്നീട് വോങ് ലീക്ക് കിക്ക് ബോക്സിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. കമ്പനി അവനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെന്നും മിസ്റ്റർ നോറിസിന്റെ വിശ്വാസം നീ നേടിയെടുക്കണം എന്നും വോങ് അവനോട് പറഞ്ഞു. എന്തു വന്നാലും കമ്പനിയുടെ നന്മയ്ക്കും വികസനത്തിനുമായി താനെല്ലാം ചെയ്യുമെന്ന് ലീ വോങ്ങിന് ഉറപ്പുകൊടുത്തു. അതിനുശേഷം അവർ അവനെ ഓഫീസിൽ നോറിസിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ഫോഷാൻ സ്ട്രീറ്റിനായി കമ്പനി തയ്യാറാക്കിയ പ്ലാൻ വോങ് അവതരിപ്പിച്ചു. തെരുവിലെ ആയോധനകലാ മാസ്റ്റർമാരോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിച്ച് കമ്പനിക്ക് അവരുടെ കടകൾ റെനോവേറ്റ് ചെയ്യാൻ കൊടുക്കാൻ ലീ സമ്മതിപ്പിക്കണം. അവർ സമ്മതിച്ചാൽ കമ്പനിക്ക് അവ വികസിപ്പിക്കാനും ആധുനികമാക്കാനും സാധിക്കും. കുംഫു പ്രചരിപ്പിക്കാനും പറ്റും. ലീ അവരിൽ ഒരാളായതുകൊണ്ട് ലീ അതിലിടപെട്ട് സംസാരിച്ചാൽ ലീയുടെ വാക്കുകൾ അവർ സ്വീകരിക്കും. പ്രത്യേകിച്ചും ഈ പ്ലാൻ പൂർണ്ണമായും സൗജന്യമാണ്. അതത്രയും കേട്ടതും ലീ സന്തോഷവാനായി. തന്റെ തെരുവിലെ പാവപ്പെട്ടവർക്ക് അത് വലിയ ഉപകാരമാകുമല്ലോ. മിസ്റ്റർ നോറിസിന് ഊഷ്മളമായി നന്ദി പറയാൻ അവൻ എഴുന്നേറ്റു. തെരുവിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണ് താൻ വന്നത് എന്ന് നോറിസിനോട് പറയുകയും ചെയ്തു. ആ സമയമാണ് വോങ് ചില കാര്യങ്ങൾ പറഞ്ഞത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളിൽ റേഡിയോ ആക്റ്റീവ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നവീകരിക്കുന്ന സമയത്ത് കടയുടമകൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. അവർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. കടകൾ നവീകരിക്കുന്നത് വരെ അവർക്ക് താമസിക്കാൻ കമ്പനി തന്നെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്ത് നൽകും. ലീ അതിൽ ഇംപ്രസ്ഡ് ആയി. ഉടൻ തന്നെ ലീ അവിടുത്തെ കുംഫു മാസ്റ്റേഴ്സായ അങ്കിൾ ലൂവിനും സണ്ണിനും ആന്റി ഷിയാവോക്കും അടുത്ത് സംസാരിക്കാൻ എത്തി. അവൻ കമ്പനിയുടെ പ്ലാൻ പേപ്പർ അവരെ കാണിക്കുകയും ഫോഷാൻ സ്ട്രീറ്റ് പുനർനിർമ്മിക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ആ 3 പേർക്കും തെരുവിൽ ആഴത്തിലുള്ള വേരുകൾ ഉള്ളതിനാലും കുംഫു പരിശീലിക്കുന്ന അവസാനത്തെ ജീവിക്കുന്ന ആളുകളായി എല്ലാവരും അവരെ കണക്കാക്കപ്പെടുന്നതിനാലും കമ്പനിയുടെ കൂടെ നിൽക്കാൻ ലീ അവരോട് ആവശ്യപ്പെട്ടു. ആന്റി ഷിയാവോ പക്ഷേ അത്ഭുതപ്പെട്ട് അവനോട് ചോദിച്ചു, കമ്പനി ഇതൊക്കെ പ്രതിഫലമൊന്നും വാങ്ങാതെയാണോ ചെയ്യുന്നത്? നവീകരണം പൂർത്തിയായ ശേഷം കമ്പനിയുടെ പ്രചാരണത്തിലൂടെ പരസ്യത്തിലൂടെ തീർച്ചയായും കമ്പനിക്ക് പ്രയോജനം ലഭിക്കുമെന്നും അതുകൊണ്ടാണ് കമ്പനി സൗജന്യമായി കടക്കാർക്ക് ഇത് ചെയ്തു കൊടുക്കുന്നത് എന്നും ലീ വിശദീകരിച്ചു. ലീ അങ്ങനെ ഓരോന്നും വിശദീകരിച്ചതും പ്രായമേറിയ ആ 3 മുതിർന്നവരും ആ സൗജന്യ ഓഫറിൽ ആകർഷകരായി. ലീയെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഉടൻ തന്നെ അതിന് സമ്മതിച്ചു. ഇതേസമയം മറ്റൊരിടത്ത് നോറിസ് വോങ്ങിനോടൊപ്പം നിൽക്കുകയായിരുന്നു. അവൻ ആ 2 കോടാലികൾ കയ്യിൽ പിടിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. നോറിസ് വോങ്ങിനോട് പറഞ്ഞു, ദാ ഇതില്ലേ ഈ കയ്യിലിരിക്കുന്നത്, ഇതാണ് നമ്മൾ ഈ ഫോഷാൻ സ്ട്രീറ്റിലേക്ക് വന്നതിന്റെ കാരണം. ഇതുപോലുള്ള പാരമ്പര്യ ആയുധങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. എന്ത് വില കൊടുത്തും അതെല്ലാം നമ്മുടെ കൈവശപ്പെടുത്തണം. നിങ്ങൾക്ക് നിരാശനാകേണ്ടി വരില്ലെന്നും നമ്മുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ കഴിയുമെന്നും വോങ് ആ നിമിഷം നോറിസിനോട് പറഞ്ഞു. അടുത്ത ദിവസം 3
പ്രായമേറിയ ആ കുംഫു മാസ്റ്റർമാരും ഹോട്ടലിലേക്ക് മാറ്റപ്പെട്ടു. ലീയായിരുന്നു അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. അന്ന് തന്നെ വോങ്ങും സംഘവും തങ്ങളുടെ പണി തുടങ്ങിയിരുന്നു. മാസ്റ്റേഴ്സായ ആ മുതിർന്നവരുടെ കടകൾ അവർ പരിശോധിച്ചു. ഒടുവിൽ ലുവമ്മാവന്റെ കടയിൽ ഒരു ഭിത്തി അവർ കണ്ടെത്തി. അതിനകത്ത് ഒളിപ്പിച്ച രീതിയിൽ 2 പാരമ്പര്യ ചൈനീസ് കത്തികൾ അവർ കണ്ടെടുത്തു. ആ സമയത്തായിരുന്നു പാവം ലൂവങ്കൾ അവിടുള്ള തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കാനും അവരോട് ആതിഥ്യ മര്യാദ കാണിക്കാനും അങ്ങോട്ടേക്ക് വന്നത്. അത് വോങ്ങും സംഘവും പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ കടയിലെ ഭിത്തി തകർക്കുന്നതും താൻ ഒളിപ്പിച്ചു വെച്ച പാരമ്പര്യമായ ആ കത്തികൾ പുറത്തെടുക്കുന്നതും കണ്ട് ലൂവങ്കൾ ഞെട്ടിപ്പോയി. അവൻ വോങ്ങിനോടും അവന്റെ ആളുകളോടും ബഹളം വെക്കുകയും നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. ലൂവങ്കളിനെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ വോങ് ശ്രമിച്ചു. അബദ്ധത്തിൽ ഭിത്തി തുറന്നതാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ലൂവങ്കൾ കത്തികൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ വോങ് തന്നെ ക്രൂരമായി ലൂവങ്കളിനെ ആക്രമിച്ചു. പക്ഷേ ലൂവങ്കൾ അത്ര നിസ്സാരക്കാരനായിരുന്നില്ല. ലൂവങ്കൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ അങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവില്ലെന്ന് കണ്ടതും വോങ് ഒരു വിഷമുള്ള ലൂവങ്കളിന് നേരെ തൊടുത്തുവിട്ടു. അത് അങ്കിളിന്റെ കാലിൽ പതിച്ചു. അങ്കിൾ താഴെ വീണു. വോങ് അങ്കിളിനോട് പറഞ്ഞു, ഇത്തവണത്തേക്ക് ഞാൻ നിങ്ങളെ വെറുതെ വിടുകയാണ് കിളവ. അതും പറഞ്ഞ് വോങ്ങും സംഘവും അവിടുന്ന് പോയി. ലൂവങ്കൾ പിന്നീട് കണ്ണു തുറക്കുമ്പോ ചെന്മുത്തശ്ശന്റെ വീട്ടിലായിരുന്നു. തെരുവിൽ കിടന്ന ലൂവിനെ പൊക്കിയെടുത്ത് അവിടെ എത്തിച്ചത് ചെന്മുത്തശ്ശനാണ്. ലൂവങ്കളുടെ സമീപം ഷിയാവോ ആന്റിയും അങ്കിൾ സണ്ണും ഉണ്ടായിരുന്നു. ഉണർന്ന ലൂവങ്കൾ നടന്ന കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചു. ലീ തങ്ങളോട് സംസാരിച്ച് തങ്ങളെ ചതിച്ചതാണോ എന്നോർത്തവർ അത്ഭുതപ്പെട്ടു. ലീയുടെ കാര്യത്തിൽ തങ്ങളുടെ പൂർവികരുടെ ആയുധങ്ങൾ മോഷ്ടിക്കാൻ വോങ്ങുമായി ഈ അഴിമതി കമ്പനിയുമായും ലീ കൂട്ടുകൂടിയിട്ടുണ്ടോ എന്നവർ സംശയിച്ചു. എന്നാൽ ചെൻ അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. ലീ ഒരു നല്ല ചെറുപ്പക്കാരനായതിനാൽ നിങ്ങളെപ്പോലെ തന്നെ അവനും വഞ്ചിക്കപ്പെട്ടതാവാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. നിർഭാഗ്യവശാൽ അവർ കരാറുകളിൽ ഒപ്പിട്ടതിനാലും നോറിസിന്റെ കമ്പനിയെ കുറ്റക്കാരാക്കുന്ന ഒന്നും അവരുടെ ഇല്ലാത്തതിനാലും അവർക്ക് പോലീസിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ലീ പാശ്ചാത്യ ശൈലിയിലുള്ള ഒരു സ്യൂട്ടും ധരിച്ച് സന്തോഷത്തോടെ ഫോഷാൻ സ്ട്രീറ്റിലേക്ക് നടന്നെത്തുകയായിരുന്നു. എന്നാൽ എല്ലാവരും തന്നെ വിചിത്രമായി നോക്കുന്നതായും പതിവ് പോലെ ഒരു സ്വീകരണം എവിടെ നിന്നും തനിക്ക് കിട്ടാത്തതായും ലീ നോക്കിക്കണ്ടു. ലീക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ലീ അങ്കിൾ സണ്ണിന്റെയും ആന്റി ഷിയാവോയുടെയും കടയിലേക്ക് പോയി. അങ്കിൾ സൺ അവനോട് വളരെ മോശമായി സംസാരിക്കുകയും അവനോട് അമർഷം കാണിക്കുകയും ചെയ്തു. ദേഷ്യത്തിൽ അവന്റെ വയറ്റിൽ ശക്തമായ ഒരു അടി കൊടുക്കുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. അവൻ തങ്ങളെ വല്ലാതെ വഞ്ചിച്ചുവെന്നും വിദേശികൾക്ക് വിറ്റുവെന്നും അങ്കിൾ സൺ സങ്കടത്തിൽ പറയുന്നുണ്ടായിരുന്നു. ലിയാകെ കൺഫ്യൂസ്ഡ് ആയി. എന്താ സംഭവിച്ചത് എന്ന് അവൻ ചോദിച്ചു. അപ്പോഴാണ് വോങ് ലൂവങ്കളിനെ ആക്രമിച്ചതിനെക്കുറിച്ചും തങ്ങളുടെ ചൈനീസ് പാരമ്പര്യായുധങ്ങൾ മോഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും അങ്കിൾ സൺ അവനോട് വ്യക്തമാക്കുന്നത്. അത് കേട്ട് ലീ ഞെട്ടിപ്പോയി. അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡിന്നർ സമയത്ത് പാരമ്പര്യ ആയുധങ്ങളെപ്പറ്റിയും അതാരുടെയൊക്കെ പക്കലുണ്ടാവാനാണ് സാധ്യതയെന്നും വോങ് ചോദിച്ചറിഞ്ഞത് എന്തിനാണെന്ന് ലീ തിരിച്ചറിയുന്നത്. ഫോഷാൻ സ്ട്രീറ്റിന്റെ ഉണർവിന് മാത്രമേ താൻ ആഗ്രഹിച്ചിട്ടുള്ളൂവെന്നും ഒരിക്കലും ഇതൊന്നും തന്റെ അറിവോടെയല്ലെന്നും ലീ അവരോട് പറഞ്ഞു. താനും അവരെ പോലെ വഞ്ചിക്കപ്പെട്ടതാണെന്ന് അവൻ വ്യക്തമാക്കി. ലീയുടെ വിശദീകരണമൊക്കെ കേട്ടപ്പോ അങ്കിൾ സണ്ണിനും ആന്റി ഷിയാവോയ്ക്കും എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ലീ ഫൈറ്റ് ക്ലബിലേക്ക് കൂടി വോങ്ങിനോട് പോരാടാൻ റിങ്ങിൽ കയറി വോങ്ങിനെ അടിക്കാൻ ശ്രമിച്ചു. ഷിയാവോ അകത്ത് കടന്ന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ സത്യം പറഞ്ഞപ്പോ അവൾ ഞെട്ടിപ്പോയി. അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒക്കെ കേട്ടുനിന്ന വോങ് അതൊന്നും നിഷേധിച്ചില്ല. തന്റെ ഉള്ളിലിരിപ്പ് അപ്പോഴാണ് അവൻ വ്യക്തമാക്കുന്നത്. തെരുവിൽ സംഭവിച്ച എല്ലാ കാര്യത്തിനും താനാണ് ഉത്തരവാദിയെന്ന് വോങ് ലീയോട് പറഞ്ഞു. ലീക്ക് ദേഷ്യം വരികയും അവനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ലീ ഒരു തുടക്കക്കാരനാണല്ലോ. വോങ് അവനെ പൂർണ്ണ ശക്തിയോടെ പരാജയപ്പെടുത്തി. ഷിയാവോ ലീയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചെങ്കിലും ഷിയാവോയെയും വോങ് ആക്രമിച്ചു. അവർക്ക് പറ്റുമെങ്കിൽ എന്നെ വന്ന് കൊല്ലാൻ പറയടാ എന്ന് പറഞ്ഞ് വോങ് പൂർണ്ണമായിട്ടും ലീയെ അപമാനിച്ച് ദൂരേക്ക് ചവിട്ടി നീക്കിയിട്ടു. അതോടെ അവന്റെ ബോധം മറിഞ്ഞിരുന്നു. പിന്നീട് അവൻ ഉണരുമ്പോ അവന്റെ 3 അങ്കിൾമാരും അവന്റെ ചുറ്റിലുമുണ്ട്. ചെന്മുത്തശ്ശന്റെ വീട്ടിലാണ് അവനുള്ളത്. അവർ അവനെ സ്നേഹത്തോടെ പരിചരിച്ചു. പ്രത്യേകിച്ച് അവർക്കായി അവൻ വോങ്ങിനോട് പോരാടിയതിനെക്കുറിച്ച് ഷിയാവോയിൽ നിന്ന് അവർ അറിഞ്ഞിരുന്നു. ലീ അവരോട് പറഞ്ഞു, എനിക്ക് യഥാർത്ഥ കുംഫു പഠിക്കണം. തന്റെ അശ്രദ്ധ കാരണം അങ്ങനൊക്കെ സംഭവിച്ച
സംസാരിച്ചതിൽ ലീ അവരോട് ക്ഷമ ചോദിച്ചു. ഇപ്രാവശ്യം നിങ്ങൾ എന്നെ കുംഫു പഠിപ്പിക്കാൻ തയ്യാറായാൽ ഞാൻ എന്റെ ജീവിതം കുംഫുവിനായി ഡെഡിക്കേറ്റ് ചെയ്യും എന്ന് ലീ അവർക്ക് വാക്കുകൊടുത്തു. ഈ തെരുവിനായി തന്റെ ജീവിതം താൻ സമർപ്പിക്കുമെന്നും ലീ അവരോട് പറഞ്ഞു. അവർക്കും വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു, അവരുടെ പാരമ്പര്യം കൈമാറാൻ പറ്റുന്ന ഒരു ശിഷ്യനെ. അങ്ങനെ ലീയെ കുംഫു പഠിപ്പിക്കാൻ അവർ തയ്യാറായി. അവർ തന്നെ വളർത്തിയ പയ്യനായതുകൊണ്ട് ലീ ഒരു നല്ല പയ്യനാണെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. 3 മാസ്റ്റേഴ്സും 3 തരത്തിലുള്ള കുംഫു രീതികളിൽ അതിവിദഗ്ധരാണ്. അവർ തങ്ങളുടെ രീതികൾ പൂർണ്ണമായും ലീയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പതിയെ ഇംപ്രൂവ്മെന്റ് അവന് വരുന്നുണ്ടായിരുന്നു. അതോടെ കുംഫുവിൽ തനിക്ക് വലിയ കഴിവുണ്ട് എന്നവന് തോന്നാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം പതിവ് പോലെ ചെന്മുത്തശ്ശനോടൊപ്പം അവൻ ഭക്ഷണം കഴിക്കാൻ പോയത്. തന്റെ പരിശീലനത്തെക്കുറിച്ചും പുതിയ വ്യായാമങ്ങൾ കാരണം തനിക്കിപ്പോൾ ആരോഗ്യം തോന്നുന്നുവെന്നും അവൻ പറഞ്ഞു. ചെൻ തന്റെ കൈ നീട്ടി അവനോട് തന്നെ ആക്രമിക്കാൻ പറഞ്ഞു. പക്ഷേ അവന് ചെന്മുത്തശ്ശനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പരാജയപ്പെട്ടു. ലീ വീണ്ടും ശ്രമിച്ചപ്പോ ചെന്മുത്തശ്ശന്റെ ആയോധനകലാ കഴിവ് കണ്ട് അവൻ ഞെട്ടിപ്പോയി. അതോടെ ചെന്മുത്തശ്ശനും ലീയെ പഠിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. കുംഫുവിനെ സംബന്ധിച്ചിടത്തോളം അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗമാണ് അതിലെ ഏറ്റവും ശക്തമായത് എന്ന് ചെന്മുത്തശ്ശൻ അവനോട് വിശദീകരിച്ചു. തനിക്കും ആയുധമുണ്ടെന്നും ഒരു നേരത്തെ തുളച്ചു കയറാൻ കഴിയാത്ത സ്വർണ്ണപ്പരിച മാത്രമാണതെന്നും മറ്റായുധങ്ങളൊന്നും താൻ ഉപയോഗിക്കുന്നില്ലെന്നും ചെൻ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ചെന്മുത്തശ്ശനൊരു മാസ്റ്ററാണെന്നും ചെന്മുത്തശ്ശന്റെ പക്കലും ഒരു ആയുധമുണ്ടെന്നും ലീ അറിയുന്നതും അത്ഭുതപ്പെടുന്നതും. ആ പാരമ്പര്യ പരിച അദ്ദേഹം ഇപ്പോഴും ധരിക്കാറുമുണ്ടായിരുന്നു. ചെന്മുത്തശ്ശൻ അവൻ നല്ല രീതിയിൽ ആ ആയോധനകല പഠിച്ചു കഴിഞ്ഞാൽ അതവന് സമ്മാനിക്കാനും തീരുമാനിച്ചു. അതോടെ ലീയുടെ പരിശീലനം കൂടുതൽ കട്ടിയായതായി മാറി. ചെന്മുത്തശ്ശന്റെ രീതികളും കൂടി കടന്നു വന്നതോടെ അവൻ കൂടുതലായി പരിശീലിച്ചു. ഒടുവിൽ അവൻ യഥാർത്ഥത്തിൽ ശക്തനായെന്നും അവന്റെ കഴിവ് പ്രകടമാകാൻ തുടങ്ങിയെന്നും അവന്റെ മാസ്റ്റേഴ്സിന് തോന്നി. പിന്നീട് ഒരു ദിവസം ചെന്മുത്തശ്ശനെ കാണാൻ ലീ വന്നപ്പോ കണ്ടത് ചെന്മുത്തശ്ശൻ അടിയേറ്റ് അവശനിലയിൽ കിടക്കുന്നതായിരുന്നു. മുത്തശ്ശനോട് ലീ കാര്യം തിരക്കി. തന്റെ പരിചിതരനാണ് അവർ വന്നതെന്നും അത് കിട്ടാതായപ്പോൾ തന്നെ മർദ്ദിച്ചിട്ട് ഷിയാവോയെ അവർ പിടിച്ചുകൊണ്ടുപോയി എന്ന് ചെന്മുത്തശ്ശൻ വിശദീകരിച്ചു. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും ചെന്മുത്തശ്ശൻ പറഞ്ഞു വെച്ചു. നോറിസിന്റെ കയ്യിലുള്ള ആ കോടാലികൾ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ലീയുടെ മുത്തച്ഛന്റെ പാരമ്പര്യായുധങ്ങളാണ്. പണ്ട് നോറിസിന്റെ പൂർവികർ ഫോഷാൻ സ്ട്രീറ്റിൽ പ്രശ്നമുണ്ടാക്കാനായി വന്നിരുന്നു. ഫോഷാൻ സ്ട്രീറ്റ് സമാധാനത്തോടെ പോകുവാൻ ആ ആയുധം അവർക്ക് കൈമാറിയത് ലീയുടെ മുത്തച്ഛനാണ്. അദ്ദേഹമാണ് ഫോഷാൻ സ്ട്രീറ്റ് സമാധാനത്തോടെ ജീവിക്കാൻ പാരമ്പര്യായുധങ്ങൾ ഒളിപ്പിക്കാൻ ആവശ്യപ്പെട്ടതും. ലീ ഉടൻ തന്നെ ചെന്മുത്തശ്ശനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിച്ചു. അവർ ചെന്മുത്തശ്ശനെ ചികിത്സിച്ചോളും. പിന്നാലെ അവൻ വോങ്ങിനെ വിളിച്ച് ഷിയാവോയെ കുറിച്ച് ചോദിച്ചു. പരിചയം കൊണ്ട് ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരാനായിരുന്നു വോങ് അവനോട് ആവശ്യപ്പെട്ടത്. വൈകാതെ ലീ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. വോങ്ങും വലിയൊരു കൂട്ടം ആളുകളും അവനായി കാത്തിരിക്കുകയാണ്. പക്ഷേ ആദ്യം ഷിയാവോയെ കാണുന്നതുവരെ പരിച കൈമാറില്ല എന്ന് ലീ എടുത്തു പറഞ്ഞു. അത് കേട്ടതും വോങ്ങിന് ദേഷ്യം വരികയും ലീയെ ആക്രമിക്കാൻ അവൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു. വോങ്ങിനെയും സംഘത്തെയും ലീയൊടുവിൽ അടിച്ചു വീഴ്ത്തി. അപ്പോഴാണ് ഷിയാവോയെ ബന്ദിയാക്കി നോറിസ് അങ്ങോട്ടേക്ക് വന്നത്. പരിച തന്നാൽ ഷിയാവോയെ മോചിപ്പിക്കാം എന്ന് അയാൾ പറഞ്ഞു. ഷിയാവോക്ക് പരിക്കേൽക്കരുതെന്ന് ആഗ്രഹിച്ചതിനാൽ പരിച നൽകാൻ ലീ തയ്യാറായി. പരിചയം വാങ്ങി ഷിയാവോയെ അവിടെ ഉപേക്ഷിച്ച് നോറിസ് ഓടാൻ ആരംഭിച്ചു. പക്ഷേ ലീ വിട്ടുകൊടുത്തില്ല. നോറിസിന്റെ പിന്നാലെ പാഞ്ഞു ചെന്ന് അവന്റെ വട്ടം നിന്നു. ഒടുവിൽ നോറിസും ലീയും തമ്മിൽ ഒരവസാന പോരാട്ടം ആരംഭിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. നോറിസിനെ ലീ അടിച്ചിട്ടു. ആ ഘട്ടത്തിൽ നോറിസിനെ ക്രൂരമായി വകവരുത്താൻ പോലും ലീക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവനത് വേണ്ടെന്ന് വെച്ചു. അവനോട് പൊക്കോളാൻ ലീ പറഞ്ഞു. നോറിസ് അത് കണ്ട് അവനോടായി മറുപടി നൽകി. നിനക്കിന്ന് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കാമായിരുന്നു, പക്ഷേ നീ അത് ചെയ്തില്ല. ഇന്ന് ഞാൻ യഥാർത്ഥ കുംഫു കണ്ടു. ലീ തന്റെ ഫോണെടുത്ത് തർജ്ജമ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിന്നെ ഇവിടുന്ന് ഒറ്റ കഷ്ണമായി പോകാൻ അനുവദിക്കും. എന്നാൽ ഇനി മേലാൽ നീ ഫോഷാൻ സ്ട്രീറ്റിലേക്ക് വരുന്നതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. അവന്റെ ആ ഉത്തരവുകൾ അനുസരിക്കാൻ തയ്യാറായ നോറിസ് വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. ലീ പരിചയം മറ്റായുധങ്ങളും എടുത്ത് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങി.
അതിനുശേഷം തന്റെ പ്രിയപ്പെട്ട ഷിയാവോയോടൊപ്പം എല്ലാ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യ ആയുധങ്ങളും പേറി ഫോഷാൻ സ്ട്രീറ്റിലൂടെ അവൻ നടക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.